ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഈ 30 ദിവസത്തിൽ എങ്ങനെ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കണം എന്നുള്ളതാണ്. സോ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ടാർഗറ്റ് സംഭവത്തിലോട്ട് പോകാനായിട്ട് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോഴത്തേനും നമ്മൾ ഈ എന്താ പറയുക, മലയിടത്ത് ഉയർത്തണം എന്നുള്ളൊരു ചിന്തയോട് കൂടെ പോയി കഴിഞ്ഞാൽ വളരെ പാടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മൾ മിനി ടാർഗറ്റ്സുകൾ വെക്കണം. ചെറിയ ടാർഗറ്റ്സുകൾ. നമ്മൾ ആ ടാർഗറ്റ്സ് വെച്ച് അത് നമ്മൾ അറ്റൈൻ ചെയ്ത് പോയാൽ മാത്രമേ നമുക്കൊരു മേലെ നിന്ന് നോക്കുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് കവർ ചെയ്തായിട്ട് തോന്നത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒറ്റ അടിക്ക് തന്നെ നമ്മൾ ഫുൾ സിലബസ് പഠിച്ചു തീർക്കുന്നു, നമ്മൾ 150 മേലെ മേടിക്കുന്നു എന്ന് പറഞ്ഞ് ഒറ്റ അടിക്ക് അങ്ങ് നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ ചുമ്മാ അങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത് ഗൈസ്. അപ്പോൾ ശരി, അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും എങ്ങനെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ, എവിടെ നിന്ന് തുടങ്ങണം, എത്ര ചാപ്റ്ററുകൾ പഠിക്കണം, ഞാൻ നിങ്ങൾക്കൊരു ടാർഗറ്റ്സ് തരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ടാർഗറ്റ് ഉള്ളവർ ഇത് ചെയ്യണ്ട. ഓക്കെ, ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ലിസ്റ്റ് ഓഫ് ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ. കാരണം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മളെല്ലാം ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ നമുക്കിവിടെ ടൈം ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മാർക്ക് പക്ഷേ മാക്സിമം സ്കോർ ചെയ്യാനുള്ള ചാപ്റ്റേഴ്സുകൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ആദ്യം പഠിക്കണം. അതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതെ പോകാൻ പാടില്ല. അതായിരിക്കണം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അതേ സംഭവത്തോടെയാണ് ഞാനിപ്പോൾ ഈ ചാപ്റ്റേഴ്സുകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഫിസിക്സ് പറയാം. ഫിസിക്സ് ഞാനൊരു 8 ചാപ്റ്റേഴ്സാണ് എടുക്കുന്നത്. അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കളയാൻ പാടില്ല, അത്രയേ ഉള്ളൂ. സോ നമ്മുടെ ഫസ്റ്റ് ഫിസിക്സിൻ്റെ യൂണിറ്റ്സ് ചാപ്റ്റർ, പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ദെൻ ലോസ് ഓഫ് മോഷൻ, ദെൻ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി. ഞാൻ കറണ്ട് ഇലക്ട്രിസിറ്റിയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലൊന്നും എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ശരിയാണ്, അത് കുറച്ച് ഡിഫിക്കൽട്ട് ചാപ്റ്ററാണ്. പക്ഷേ അതിൽ നിന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, കാരണം നിങ്ങളുടെ ടാർഗറ്റ് കുറച്ച് ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ദെൻ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ് ഈ ഞാനിപ്പോൾ ലാസ്റ്റ് മെൻഷൻ ചെയ്ത ചാപ്റ്റേഴ്സ്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. അതൊന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഫോർമുല എങ്കിലും പഠിച്ചു വയ്ക്കാനൊന്ന് ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഓക്കെ, വിട്ടേക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കെമിസ്ട്രിയിൽ ഞാനൊരു 6 ചാപ്റ്ററാണ് പറയാൻ പോകുന്നത്. സർഫസ് കെമിസ്ട്രി, പോളിമേഴ്സ്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, ഹൈഡ്രോജൻ, സം ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി. ഇത് നമുക്ക് അത്യാവശ്യം ഓക്കെ, നമുക്ക് ടൈമുണ്ട്, നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സുകളാണ് ഈ 8 ചാപ്റ്റർ ഫിസിക്സിൽ നിന്നും. അതുപോലെ കെമിസ്ട്രി 6 ചാപ്റ്റർ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്റേഴ്സ് കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല സൂപ്പർ കോൺഫിഡൻസ് കിട്ടും. അതായത് ബാക്കി നിങ്ങൾക്ക് കവർ ചെയ്യാനും നിങ്ങൾക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചെറിയ ഐഡിയ എങ്കിലും കിട്ടും. എന്ന് വെച്ചാൽ ഒരു ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന പോലെ നിങ്ങൾ ഇരിക്കത്തില്ല. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ കവർ ചെയ്യും? അപ്പോൾ ഇത് കവർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓരോ ചാപ്റ്റർ എടുക്കുന്നു. ഈ ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഷോട്ട്സ് വീഡിയോസ് കാണുക. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് 1 ഷോട്ട് വീഡിയോസ്. ഒരു ചാപ്റ്ററിൻ്റെ എടുത്തിട്ട് 1 ഷോട്ട് വീഡിയോ കാണുക. 1 ഷോട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ്സുകൾ എഴുതണോ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നിങ്ങളൊരു ബുക്ക് പോലെ ഉണ്ടാക്കുക. ജസ്റ്റ് ഒരു പേപ്പറിൽ ഭയങ്കര വൃത്തിയും ഭയങ്കര ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എഴുതി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംഭവം ഉണ്ടാക്കുക. അപ്പോൾ ഈ ഫോർമുല ബുക്ക് പോലെ, ഇപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേനും 1 ഷോട്ട് വീഡിയോ കണ്ട് പഠിക്കുമ്പോഴത്തേനും അതിൽ നിന്ന് ഫോർമുല ഉണ്ട്. ആ ഫോർമുലാസൊക്കെ സിമ്പിൾ ഫോർമുലാസ് ആയിരിക്കും. ഫോർമുലാസൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. കാരണം നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് മറന്നു പോവുകയാണെങ്കിൽ കാര്യമില്ലല്ലോ. നമ്മൾ ഈ പഠിക്കുന്ന കാര്യം നമുക്ക് പിന്നെ എക്സാമിൻ്റെ എൻഡ് വരെ നമുക്ക് ഓർമ്മയിരിക്കണ്ടേ. അതുകൊണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾ ഈ 1 ഷോട്ട് വീഡിയോ കണ്ടിട്ട് പഠിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേദിവസം ആകുമ്പോഴത്തേനും പിന്നെ ഈ 1 ഷോട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല. സോ എന്ത് ചെയ്യണം, ഫോർമുല ബുക്ക് പോലത്തെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പഠിച്ച സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് മൈന്യൂട്ടായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇവിടുന്ന് എഴുതി വയ്ക്കുക. അതിന് വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും വേണ്ട, എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി അത് കഴിയുക. അപ്പം നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ 1 ഷോട്ട് വീഡിയോ കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫോർമുല ഷീറ്റ് ഉണ്ടാക്കി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഈ പഠിച്ച ഓരോ ചാപ്റ്ററിൽ നിങ്ങൾ ഒരു 100 MCQs, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ 100 MCQs ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടം. 100 MCQs ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇത് ഇത്രയും നിങ്ങൾ ചെയ്തിരിക്കണം. ഇതിന് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിൽ 16 വരെയാണ്. ഏപ്രിൽ 16 വരെ, ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഏപ്രിൽ 16 കൊണ്ട് നിങ്ങൾ തീർത്തിരിക്കണം.
ഓക്കെ, ഇല്ല നിങ്ങളിപ്പോൾ കാണുന്നത്, ഈ വീഡിയോ കാണുന്നത് പിന്നീട് എപ്പോഴെങ്കിലും ആയിക്കോട്ടെ, അപ്പോഴാണെങ്കിലും നിങ്ങൾ അതിനനുസരിച്ച് ഡേ ഒന്ന് കൂട്ടി പോവുക. ഓക്കെ, എത്ര ഡേയ്സ് എന്നുള്ളത് കൂട്ടി നിങ്ങൾ ടാർഗറ്റ് വയ്ക്കുക. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ. ഇതോടുകൂടെ തീർന്നില്ല, ഇനിയാണ് നമ്മുടെ ഷെഡ്യൂൾ 2. അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ 2 വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു. നമ്മൾ ഏകദേശം ഫിസിക്സിൽ ഇപ്പോൾ 8 ചാപ്റ്റേഴ്സാണ്, കെമിസ്ട്രിയിൽ 6 ചാപ്റ്റേഴ്സ്. ഇത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനെങ്കിലും എന്തായിരുന്നാലും വരുമല്ലോ. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 8 × 4 എത്ര 32, 6 × 4 എത്ര 24. അപ്പോൾ ഇത്രയും മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ കുറച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സംഭവം, ഈ ഒരു സ്മാർട്ട് വർക്ക് എങ്ങനെയായിരിക്കും വർക്കൗട്ട് ആവാൻ പോകുന്നതെന്ന്. ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സ് തരികയാണ്. ഫിസിക്സിൽ നിന്ന് കൈനമാറ്റിക്സ്, റേ ഓപ്റ്റിക്സ്, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ, ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരികയാണ്. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കെമിസ്ട്രി, കെമിക്കൽ ബോണ്ടിങ്, തെർമോഡൈനാമിക്സ്, ഇക്ലിബ്രിയം, പി ബ്ലോക്ക്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ലീവ് ഇറ്റ്. നമുക്ക് അവസാനത്തെ സമയത്ത് ടെൻഷൻ അടിച്ച് നമുക്കൊന്ന് നശിപ്പിക്കേണ്ട ആവശ്യമില്ല, ഉള്ളത് നന്നായിട്ട് പഠിച്ചിട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷേ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക ഇത് കവർ ചെയ്യാനായിട്ട്. കാരണം നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നതും പഠിച്ചിട്ട് പോകേണ്ടതുമായിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കവർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് നല്ല മാർക്കിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇവിടെയും നിങ്ങൾ നേരത്തെ ചെയ്ത സെയിം സംഭവം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. 1 ഷോട്ട് വീഡിയോ കാണുക, ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഒരു പേപ്പറിലാക്കി എഴുതി വയ്ക്കുക, ആ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ചെറിയൊരു നോട്ട് ഉണ്ടാക്കി വയ്ക്കുക, MCQs ചെയ്യുക, മാക്സിമം ഒരു 100 MCQs ചെയ്യുക, പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്കിത് പറ്റുന്നില്ല, നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല എന്നൊരു തോന്നൽ വരുവാണെങ്കിൽ മാത്രം, അങ്ങനെ ഒരു തോന്നൽ ഇപ്പോൾ പാടില്ല, പക്ഷെ വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ പെൻഡിങ് വെച്ചിട്ടുണ്ട്, നമ്മളൊന്നും എടുത്തിട്ടേ ഇല്ല. ആ ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം, അത് മാത്രം ചെയ്തിട്ട് പോവുക. അതിൽ നിന്ന് എളുപ്പം നിങ്ങൾക്ക് അതിൽ ഫോർമുല പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഫോർമുല ഷീറ്റിൽ എഴുതി വയ്ക്കുക. എക്സാമിന് പോകുന്നതിന് മുൻപേ, അതായത് തലേ ദിവസം തന്നെ നിങ്ങൾ ഈ ഫോർമുല ഷീറ്റ്സും നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ച നോട്ട്സും ഒരു തവണയെങ്കിലും വായിച്ചിട്ട് പോകുള്ളൂ. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, ഷുവറാണ്. കാരണം നിങ്ങൾ ഈ വായിച്ചില്ലെങ്കിൽ ഈ 1 ഷോട്ട് വീഡിയോ കണ്ടിട്ടും NCERT എക്സാമ്പിൾസുകൾ ചെയ്തിട്ട് MCQs ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഈ പഠിച്ച സംഭവം അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റയടിക്ക് 1 ഷോട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആ പോയിന്റ്സുകൾ എന്നുള്ള ജസ്റ്റ് ഒന്ന് സ്ക്രിബിൾ ചെയ്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് അത് എക്സാമിൻ്റെ തലേ ദിവസമെങ്കിലും വായിക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല കുട്ടികളെ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രമാണ് ഈ ഒരു സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നിങ്ങൾ April 26 കൊണ്ട് തീർക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ വേണം പോകാനായിട്ട്. സോ ബാക്കി നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഇതാണ് 30 days ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ചില്ലറ സംഭവമല്ല, എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ 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 വലുതാണ്. ഇങ്ങനെ ആയിരിക്കണം കെമിസ്ട്രി ഫിസിക്സ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഐഡിയയും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.